നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ് ഈസ് എ ക്യൂരിയസ് തിങ് ദാറ്റ് ദ മോർ ദ വേൾഡ് ഷ്രിങ്ക്സ് ബിക്കോസ് ഓഫ് ദ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻസ്, ദ മോർ ലിമിറ്റ്ലെസ് ബിക്കംസ് ദ പ്രൊവിൻസ് ഓഫ് ദ സ്റ്റോറി ടെല്ലിംഗ് എൻ്റർടൈനർ. ഇപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ബിടെക്കിൽ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കോഴ്സിനെ പറ്റിയാണ്. അതിൽ ആദ്യമായിട്ട് അറിയേണ്ട കാര്യം ഈ കോഴ്സ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നതാണ്. +2 മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഉൾപ്പെടുന്ന സയൻസ് സ്ട്രീമിൽ പഠിച്ച വിദ്യാർത്ഥികളായിരിക്കണം. കൂടാതെ 50% മേലെ മാർക്കുണ്ടാവണം. അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻസ് ലഭിക്കുന്നത്. ഓൾ ഇന്ത്യയിൽ നടത്തുന്നതായിട്ടുള്ള എക്സാമുകളുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ എക്സാമുകളുണ്ട്, അതുപോലെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന എക്സാംസ് ഉണ്ട്, സ്റ്റേറ്റ് വൈസ് ആയിട്ട് നടത്തുന്ന എക്സാംസുകളുണ്ട്, ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന എക്സാംസുകളുണ്ട്. അങ്ങനെ ധാരാളം എൻട്രൻസ് എക്സാമുകളാണ് എഞ്ചിനീയറിംഗ് ബിടെക് കോഴ്സുകൾക്ക് നൽകുന്നത്. ഇവ കൂടാതെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജുകൾ നമ്മുടെ സ്റ്റേറ്റിന് പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിലേക്കുള്ള ക്വാളിറ്റി എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് നേരിട്ട് മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻസ് ലഭ്യമാണ്. ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് ECE, ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും ഇലക്ട്രോണിക്സ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷൻസും. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണുകൾ, അതുപോലെ തന്നെ ലാപ്ടോപ്പുകൾ, TV സംവിധാനം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിവൈസുകളുടെ സപ്പോർട്ടോടുകൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിവൈസുകളുടെ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എന്നിവയും അതിൻ്റെ സർക്യൂട്ട്, സിഗ്നലുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രോണിക്സിൽ ഡിസൈൻസ് ഉണ്ട്, ഡെവലപ്മെൻ്റ് ഉണ്ട്, മെയിൻ്റനൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ ഫീൽഡിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിലനിൽക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ബ്രാഞ്ച് വളരെയധികം കുട്ടികൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി നൽകുന്നു എന്നുള്ളതാണ്. പ്രധാനമായും നമ്മുടെ രാജ്യത്തും വിദേശ രാജ്യത്തുമായി സെമി കണ്ടക്ടേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ധാരാളം കമ്പനീസുകളുണ്ട്. നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന സെമി കണ്ടക്ടേഴ്സ് ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള കമ്പനികൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ആകർഷണമായിട്ടുള്ള കാര്യം. ധാരാളം ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ പുതുതായിട്ട് കണ്ടുപിടിക്കുകയും മാനുഫാക്ചറിങ് ചെയ്യുകയും അത് പ്രൊഡക്റ്റ് ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് അത് വിപണിയിൽ എത്തിക്കുകയും ചെയ്യുന്ന ഈ ഒരു വലിയൊരു മേഖല എല്ലാ കുട്ടികൾക്കും അതൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു നൽകുന്നു എന്നുള്ളതാണ്. ബിടെക് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ECEയിൽ പ്രധാനമായും ഫസ്റ്റ് ഇയറിലെ എല്ലാ സബ്ജക്റ്റുകളും മറ്റു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെ പോലെ തന്നെ വളരെയധികം സെയിമാണ്. സെക്കൻഡ് ഇയറിൽ കൂടുതലും സർക്യൂട്ടാണ് പഠിക്കാനുള്ളത്. തേർഡ് ഇയറിൽ ഫോക്കസിങ് വരുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടാണ് ഉള്ളത്. സിഗ്നൽസ്, അതുപോലെ തന്നെ ആൻറ്റിനാസ്, റഡാർ സിസ്റ്റം, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ധാരാളം സിഗ്നലുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഫോർത്ത് ഇയറിൽ പ്രോജക്ട്സ് ആണുള്ളത്. ഈ പ്രോജക്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ആ കൊടുക്കുന്ന സബ്ജക്റ്റിൽ കൂടുതൽ അറിവും സ്കില്ലും ഡെവലപ്പ് ചെയ്യാനും അത് പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവും പുതിയ ഇലക്ട്രോണിക്സ് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവുകളും അത് ഡിസൈൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗം എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാനും അതുപോലെ തന്നെ ഇത് റിസർച്ച് ചെയ്ത് പഠിപ്പിക്കാനുള്ള ഒരു മേഖലയിലേക്കും അതുപോലെ തന്നെ സ്വയം തൊഴിലായിട്ട് ഒരു എൻ്റർപ്രണർ ആവാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു നൽകുന്നു. ബിടെക് ഈസി പഠിച്ചതിന് ശേഷം ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജോലി കിട്ടാൻ പാടാണ്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ടഫാണ്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം ജോലി സാധ്യത ഇല്ലാത്തതുകൊണ്ട് വേറെ ബ്രാഞ്ചിലേക്ക് പോകാം എന്നിങ്ങനെ ധാരാളം ചോദ്യങ്ങളും ഒരുപാട് സംശയങ്ങളുണ്ട്.
അപ്പോൾ ഇതിനുള്ള പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഈ കോഴ്സ് എവിടെ പഠിക്കുന്നു എന്നുള്ളതിലാണ്. ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല ക്വാളിറ്റിയുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചാൽ അതിൻ്റെതായ ബെനിഫിറ്റ് കുട്ടികൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. കൂടാതെ ആ തിരഞ്ഞെടുക്കുന്ന കോളേജിൽ പ്ലേസ്മെൻറ്റിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ ഫെസിലിറ്റീസുകളും മറ്റു കാര്യങ്ങളുമെല്ലാം. അപ്പം തിരഞ്ഞെടുക്കുന്ന കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കോഴ്സുകളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതിൻ്റെ അഡ്മിഷൻ ഡീറ്റെയിലുകളെക്കുറിച്ച് അറിയാനും മറ്റെന്തെങ്കിലും എൻക്വയറീസിനുമായി താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. താങ്ക്